ബീഹാർ പ്രതിപക്ഷ നേതാവും RJD നേതാവുമായ തേജസ്വി യാദവിന്റെ വാഹനവ്യൂഹം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. വെറും 5 അടിയുടെ വ്യത്യാസത്തിലാണ് അപകടം മുന്നിൽ വന്നു നിന്നത്. പൈലറ്റ് വാഹനത്തിൽ ട്രക്കിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ തേജസ്വി യാദവിന് പരിക്കുകളില്ലെങ്കിലും മരണം മുഖാമുഖം കണ്ട നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. തേജസ്വിയുടെ സുരക്ഷാ സംഘത്തിലെ 3 പേർക്ക് നല്ല പരിക്കുണ്ട്. പുലർച്ചെയോടെ വൈശാലി ജില്ലയിൽ വെച്ചാണ് അപകടം നടന്നത്. മധേപുരയിൽ നിന്ന് പട്നയിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം. ഗൊറാളിനടുത്തുള്ള പട്ന മുസാഫർപൂർ ദേശീയപാതയിൽ ഗൊരാൾ ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ ഒരു കടയിൽ ചായ കുടിക്കാൻ നിർത്തിയതായിരുന്നു തേജസ്വിയും സംഘവും. ഇതിനിടെ നിയന്ത്രണം വിട്ടു എന്ന തരത്തിൽ വന്ന ഒരു ട്രക്ക് തേജസ്വിയുടെ പൈലറ്റ് വാഹനത്തിൽ ഇടിച്ചു തെറിപ്പിക്കുമ്പോൾ പൈലറ്റ് വാഹനത്തിന് വെറും 5 അടി അപ്പുറത്തായിരുന്നു തേജസ്വി യാദവ് നിന്നിരുന്നത്. എന്നാൽ പരിക്കുകളൊന്നും ഇല്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ടു. വാഹനം കുറച്ച് മുന്നോട്ട് എടുത്തിരുന്നെങ്കിൽ വലിയൊരു അപകടം തേജസ്വി യാദവിന് സംഭവിക്കുമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നമുക്കറിയാം, 4 മാസം കഴിയുമ്പോൾ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. വ്യക്തമായ സൂചനകളിൽ ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ആളാണ് ലാലു പ്രസാദ് യാദവിന്റെ മകൻ കൂടിയായ തേജസ്വി യാദവ്. അങ്ങനെ ഒരാളെ ആരെങ്കിലും പിന്തുണരുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും അധികം അക്രമവും കൊലപാതകവും ഒക്കെ നടന്നിരുന്നൊരു സംസ്ഥാനമാണ് ബീഹാർ. ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും അക്രമ രാഷ്ട്രീയത്തിന് ഒട്ടും കുറഞ്ഞിട്ടില്ല ബീഹാറിലുള്ള അവസ്ഥകൾ. അങ്ങനെയുള്ളൊരു സ്ഥിതിഗതിയിൽ ബീഹാറിൽ എന്താണ് നടക്കുന്നത് എന്ന് സംശയത്തിന്റെ മുനയിൽ തന്നെ നിൽക്കുകയാണ്. ബീഹാറിൽ BJPയും JDUവും ഒരു വശത്തും, മറുവശത്ത് ഇന്ത്യ സഖ്യത്തിൽ RJDയും കോൺഗ്രസും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുമാണ് മത്സരിക്കുന്നത്. മുഖ്യമന്ത്രിയായിരിക്കുന്ന നിതീഷ് കുമാറിന്റെ JDU താരതമ്യേന ശക്തി കുറയുകയും BJP മുന്നിലെത്തുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിൽ. എന്നാൽ അതിശക്തമായ പോരാട്ടത്തിലൂടെ ഇന്ത്യ മുന്നണി തിരിച്ചു വരും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന ബീഹാറിൽ ലഭിക്കുമ്പോൾ അതിന്റെ നെടുനായകത്വം വഹിക്കുന്ന തേജസ്വി യാദവ് ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നത് വലിയ പരിഭ്രാന്തിയാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ കണ്ടു നോക്കാം. ठीक है भैया। रीडिंग हुआ है वहाँ PMCH को भेजने का जरूरत नहीं। अगर कंपाउंड रहेगा तो सर उनका देख लीजिए, मेन उनका मेरे सामने उनका पूरा गर्दन मोड़ गया, गिरे है ना, मुड़ा पूरा वेट उसका है। वो मेरे सामने यहाँ एक्सीडेंट हुआ, मैं यहाँ बैठा रफल आया, मारा एक गाड़ी में मारा, 2-3 गाड़ी आगे आ गया, इधर से पा गया उसका। तो इंजेक्शन वगैरह दे दीजिएगा टेक्सास का, कोई दिक्कत नहीं। थोड़ा दर्द रहेगा, बाकी सब ठीक है, खतरा नहीं है, ठीक है ना। सब लोग को बोल दिए, देख करवा लीजिए। अभी एक्सरे हो गया है ना डॉक्टर साहब, सिटी में जा रहा है, सिटी में जा रहा है, अभी होगा, ले जाइए आप लोग रहिएगा। प्रत्येक ट्रक जो है इम्बैलेंस होकर के ठीक मेरे सामने ही इम्बैलेंस होके 2-3 गाड़ियों में टक्कर मारा, और 2-3 गाड़ी जो है हमारे सुरक्षाकर्मी खड़े थे, एक वाहन चालक था, उसके ऊपर जो है गाड़ी आ गई और 2-3 लोग जो है जख्मी हुए हैं। इसमें आनंद फंड में एकदम ठीक मेरे 5 फीट की दूरी पे ही हुआ, और हल्का सा भी इम्बैलेंस करता तो शायद हम लोगों के ऊपर भी कुछ चीज़ें आ सकती थी।